ഒരിക്കലും ഒരുവനും കുറ്റവാളിയായി ജനിക്കുന്നില്ല. ജനിച്ച സാഹചര്യം ജീവിതത്തിൻ്റെ വഴിമുട്ടി ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെയൊക്കെ നൊമ്പരത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില കുറ്റകൃത്യങ്ങൾ അതവന് വലിയ കുറ്റകൃത്യത്തിലേക്കും ഒക്കെ നയിക്കാറുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് തോന്നിയത് മലയാറ്റൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോൻ. അന്ന് അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുക. റീഫില്ലറേ ഉള്ളൂ, പേനയില്ല. റീഫില്ലറും കൊണ്ട് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം ഒരു ബുക്കിൻ്റെ 3 വശങ്ങളിലായിട്ട് അവൻ എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഒരു പെൺകുട്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നിന്ന് 2.5 രൂപ കട്ടെടുക്കുന്നു. എന്തിനാ? പേനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ കളവാ. ഇത് വേറൊരു കൂട്ടുകാരി കണ്ടു, ഹെഡ് മാസ്റ്ററുടെ വിവരം അറിയിച്ചു. ആ മോനെ ക്ലാസ് മുറിയിൽ, ഓരോ ക്ലാസ് മുറിയിലും കൊണ്ടുപോയി ഓരോ അടി വെച്ച് കൊടുത്തു. അവസാനം തൻ്റെ ചേച്ചി ക്ലാസ് മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ആങ്ങളെ കുറ്റവാളിയായി കൊണ്ടുവന്ന് തല്ലുന്നത് കണ്ടപ്പോൾ പിന്നീട് അവൻ ആ സ്കൂൾ വിട്ടു. അല്പവും കൂടെ പ്രായമായി കഴിഞ്ഞപ്പോൾ എറണാകുളത്തെത്തി. പോക്കറ്റടിയും മറ്റ് കുറ്റകൃത്യങ്ങളിലും പെട്ടു. ആലുവ സബ് ജയിലിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ ഈ മോനെ കാണുന്നത്. അന്ന് വെറും വയസ്സ് 17 ഉള്ളൂ, 18 പോലും തികഞ്ഞില്ല കുറ്റകൃത്യം അവൻ്റെ മേൽ ആരോപിക്കാൻ. വയസ്സ് അല്പം കൂട്ടി വെച്ചു. അവിടെ നിന്ന് ഇവിടെ വന്നു, ഈ സ്നേഹാശ്രമത്തിൽ വന്നു. പാട്ട് നന്നായിട്ട് പാടി. പാട്ടുകാരൻ ബിജു എന്ന പഴയ പേരവന് തിരിച്ചു കിട്ടി. വലുതായി ജീസസ് യൂത്തിൽ അവൻ പാടാൻ തുടങ്ങി. ബാംഗ്ലൂർ പോയി അവൻ പാട്ടുപാടി. അങ്ങനെ ജീവിത പങ്കാളി, കുടുംബജീവിതം, നേഴ്സുമായിട്ട് വിവാഹ ജീവിതം കഴിഞ്ഞു. ഇപ്പോൾ അവൻ അമേരിക്കയിൽ പാട്ട് പാടുന്നു. ഫ്ലൈറ്റിന് പോകും, ഓരോ പാട്ട് പാടി ഓരോ രാജ്യത്തോടൊക്കെ പോയി അവൻ തിരിച്ചു വരും. അതിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ആ പ്രിയപ്പെട്ട മകൻ. അപ്പോൾ അത് വെച്ച് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യൻ പാവമാണ്. അവൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെ അവൻ കടന്നു പോകുമ്പോഴാണ് അവനെ ലോകം കുറ്റവാളിയായി തീരുന്നതും മുദ്രയടിക്കപ്പെടുന്നതും വലിയ കൊടും ക്രൂരതയുള്ള കുറ്റവാളികളായി രൂപാന്തരപ്പെടുന്നതും എന്ന് ഈ മോൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പഠിച്ചതാണ്. പണ്ട് 50 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് വലിയ മുതലാളിയുടെ വീട്ടിൽ വർഷങ്ങൾ പണിയെടുത്ത അമ്മ മോൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോകുകയാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അഭിമാനം തോന്നി. അനേകം തടവറ മക്കൾക്കും സ്നേഹാശ്രമ മക്കൾക്കും ഇതൊക്കെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.